ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ബിൽജിത്തിന്റെ കുടുംബാംഗങ്ങളെ ഈ ഘട്ടത്തിൽ നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. കാരണം 7 മനുഷ്യർക്കാണ് പുതുജീവൻ നൽകാനുള്ള തീരുമാനം അവരിലുണ്ടായത്. ആ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് അതുകൂടി കാണാം. ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. അവനാണെങ്കിൽ പള്ളിയിൽ ആൽത്താര ബോയ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന ഒരാളാണ്. അപ്പോൾ ഒരു 6 പേര് ഒരു ജീവൻ കിട്ടുമെങ്കിൽ അതൊരു പുണ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ആദ്യ ദിവസങ്ങളിൽ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അത് പിന്നീടാണ് ഇങ്ങനെ ഒരു കോമ സ്റ്റേജിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഇടവകയിലുള്ള പള്ളിയിലെ അച്ഛനും എല്ലാവരും കൂടി സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിയതാണിത്. അപ്പോൾ അവർ ഇതുപോലെ തന്നെ എൻ്റെ മകൻ മറ്റുള്ളവരിലൂടെ ജീവിക്കുകയാണെങ്കിൽ അത് വലിയൊരു പുണ്യമായിരിക്കട്ടെ, എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവനോട് ജീവിക്കുന്നുണ്ടെന്നെങ്കിലും ഓർക്കാലോ എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയായിരുന്നു. അവരാ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഞങ്ങൾക്ക് ഇനി ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഇനിയുള്ള കാര്യം സക്സസ് ആയിരിക്കില്ല. ഇപ്പോൾ 7 ഓർഗൻസ് പോയല്ലോ, അത് ഭംഗിയായിട്ട് നടക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്തായാലും വലിയ ഹൃദയവേദനയോടുകൂടി തന്നെയാണ് ആ പ്രതികരണങ്ങളെല്ലാം എന്ന് പറയാതെ വയ്യ. പക്ഷെ അപ്പോഴും ഏറ്റവും ഒടുവിൽ ഈ 3 പേരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തങ്ങളുടെ ആൾ നഷ്ടപ്പെടുന്നുവെങ്കിലും അവയവങ്ങളിലൂടെ അവൻ ജീവിക്കും മറ്റുള്ളവരുടെ ശരീരത്തിൽ എന്നുള്ളത് വലിയ പോസിറ്റീവായ കാര്യമാണ്. അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഏറെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്തായാലും അതിലിപ്പോൾ നാട് നന്ദി പറയുന്നു. ഒരു നാടൊന്നാകെ നന്ദി പറയുകയാണ് ബിൽജിത്തിന്റെ കുടുംബാംഗങ്ങളോട് അവർ ആ തീരുമാനം എടുത്തതിൽ, ഒപ്പം മറ്റ് 7 പേർക്ക് പുതുജീവൻ നൽകിയതിൽ. ഇനിയിപ്പോൾ നമുക്ക് മുന്നിലുള്ളത് 3 മണിക്കൂർ നേരമാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഹൃദ്രോഗ വിദഗ്ധനാണ്, ഒപ്പം ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ശസ്ത്രക്രിയ ഇപ്പോൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ 3 മണിക്കൂർ നേരം കൊണ്ട് അത് പൂർത്തിയാക്കും, പിന്നീട് ICUലേക്ക് മാറ്റാൻ കഴിയും എന്നാണ് ഡോക്ടർ തന്നെ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ആ വാർത്തയ്ക്കായുള്ള കാത്തിരിപ്പിലായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.